ഇന്ന് ഏപ്രിൽ 26 ലോകം മുഴുവനും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. മേരി മജോറെ ബസിലിക്കയിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകൾ പ്രാർത്ഥനാപൂർവ്വം പങ്കുകൊള്ളുവാൻ വേണ്ടി. അതേക്കുറിച്ച് ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകൾ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ എല്ലാ കാർഡിനൽമാർക്കുമായുള്ള അഭിസംബോധന ചെയ്തത് ലിറ്റർജിക്കൽ സെലിബ്രേഷന് തലവനായ ആർച്ച് ബിഷപ്പ് ദിയോഗോ റാവലിയാണ്. അദ്ദേഹം പ്രത്യേകമായിട്ട് പരിശുദ്ധാവിന്റെ ശവസംസ്കാരത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതായത് ഇറ്റ് വിൽ ബി എ ഫ്യൂണറൽ ഓഫ് എ ഷെപ്പേർഡ്, നോട്ട് ഓഫ് എ സോവറിൻ. അതായത് പരിശുദ്ധ പിതാവിന്റെ ശവസംസ്കാരം എന്ന് പറയുന്നത് ഒരു സാധാരണ ഇടയന്റെ ഒരു ശവസംസ്കാരമായിരിക്കും, മറിച്ച് ഒരു രാജകീയമായ ശവസംസ്കാരം ആയിരിക്കില്ല എന്ന് എല്ലാ കർദിനാൾമാരെയും ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതിന് പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ആത്മകഥയിൽ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു. അതായത് തന്റെ മരണശേഷം രാജകീയമായ ഒരു സംസ്കാരം തനിക്ക് നൽകാതെ സാധാരണക്കാരനെ പോലെ തന്നെ മണ്ണിൽ തറയിൽ അടക്കം ചെയ്യണമെന്ന് തന്റെ ആത്മകഥയിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഏതായിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും ആരംഭിക്കുമ്പോൾ അത് ഇവിടെ എത്തിച്ചേരുവാൻ ഏകദേശം അരമണിക്കൂർ സമയമാണ് എടുക്കുന്നത്. അവിടെ നിന്നും ഇവിടേക്ക് ഏകദേശം 6 കിലോമീറ്ററോളം ദൂരമുണ്ട് മേരി മജോറെ ബസിലിക്കയിൽ എത്തിച്ചേരുവാനായി. മേരി മജോറെ ബസിലിക്കയിലേക്കുള്ള വിലാപയാത്ര എന്ന് പറയുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും പെറൂജിയൻ ഗേറ്റ് വഴി ആരംഭിച്ച് പ്യാറ്റ്സ വെനേസിലൂടെ പുറപ്പെട്ട് വീണ്ടും കൊളോസിയത്തിൽ എത്തിച്ചേർന്ന് അവിടെ നിന്നുമാണ് മേരി മജോറെ ബസിലിക്കയിലേക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹവുമായി മൃതസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി എത്തിച്ചേരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്ന ഇതാണ്. ഇന്നലെ നമുക്കറിയാവുന്ന പോലെ ഇന്നലെ രാത്രി റോമൻ സമയം 8 മണിക്കായിരുന്നു പരിശുദ്ധ പിതാവിന്റെ കോഫിൻ മൂഡ് ചെയ്ത് ക്ലോസിംഗ് സെറമണിയിലൂടെ പ്രത്യേകമായിട്ട് കമർലിംഗോ, കർദിനാൾ കെവിൻ ഫാരസ്. അതിനുശേഷം പരിശുദ്ധാവിന്റെ മുഖം ആർക്കും കാണുവാനായിട്ട് സാധിക്കുകയില്ല. അതേസമയം ഈ വിലാപയാത്രയിലൂടെ വരുമ്പോൾ പരിശുദ്ധാവിനെ വെച്ചിരിക്കുന്ന ഭൗതിക ശരീരം വെച്ചിരിക്കുന്ന കോഫിൻ എല്ലാവർക്കും വിസിബിൾ ആയിട്ട് കാണുവാൻ സാധിക്കുന്ന വിധത്തിലാണ് അവർ വിലാപയാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഫ്രാൻസിസ് പിതാവിന്റെ മൃതദേഹം വിലാപയാത്രയായി മേരി മജോറെ ബസിലിക്കയിൽ എത്തിയതിനു ശേഷം നടക്കുന്ന ശുശ്രൂഷകൾ എന്ന് പറയുന്നത് അത് തികച്ചും സ്വകാര്യമായ ഒരു ശുശ്രൂഷയായിരിക്കും. നമുക്കറിയാമല്ലോ, മേരി മജോറെ ബസിലിക്ക വളരെ പരിമിതമായ സൗകര്യങ്ങളോടുകൂടിയ ബസിലിക്കയാണ്. എന്നിരുന്നാലും ആ ശുശ്രൂഷകൾ ഇവിടെ നടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സ്ക്വയറിൽ നിൽക്കുന്ന ജനലക്ഷങ്ങൾക്ക് അതിൽ പങ്കെടുക്കുവാനായി സ്ക്രീനിൽ വിസിബിളായ രീതിയിൽ അവസരമുണ്ടായിരിക്കും. ഒപ്പം ഓൺലൈനായിട്ടും അതേ സമയത്ത് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വത്തിക്കാൻ ന്യൂസ് ലൈവിലൂടെയും ഷാലോൺ ടെലിവിഷനിലൂടെയും ഗുഡ്നെസ് ടിവിയിലൂടെയും റായ് ന്യൂസിലൂടെയും TV 2000 ഒക്കെ ലൈവായിട്ട് കാണുവാനുള്ള ഒരു അവസരം കൂടി ലോകത്തിലെ എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. ഇത് വളരെ സ്വകാര്യ സ്വഭാവമുള്ളതിനാൽ വത്തിക്കാനിൽ നിന്നുള്ള സ്പെഷ്യൽ ഡിഗ്നിറ്ററീസ് മാത്രമായിരിക്കും ഇതിൽ പ്രത്യേകമായിട്ട് പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് വത്തിക്കാൻ സ്റ്റേറ്റിന്റെ സെക്രട്ടറിയായ കർദിനാൾ പിയത്രോ പരോളിന, ജോവാനി ബാറ്റിസ്റ്റ് റേ, അതുപോലെ തന്നെ തീർച്ചയായിട്ടും കമർലിംഗോയായ കർദിനാൾ കെവിൻ ഫാരൽ, പിന്നെ പരിശുദ്ധ പിതാവ് തന്റെ അവസാന സംസ്കാര ചടങ്ങ് എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞ് ഈ ബസിലിക്കയുടെ മരിയ മജോർ ബസിലിക്കയുടെ കർദിനാളായ റൊളാണ്ടോയും ഇതിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുന്നതായിരിക്കും. ഈ മൃതസംസ്കാര ചടങ്ങുകളിൽ ഈ പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ ഫ്രാൻസിസ് പിതാവ് പാവങ്ങളെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ട്, അഭയാർത്ഥികളെ സ്നേഹിച്ചതുകൊണ്ട്, അവർക്ക് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചതുകൊണ്ട് അവരുടെ പ്രതിനിധികളായി കുറെ പേർ മേരി മജോറെ ബസിലിക്കയുടെ നട കയറി തീർച്ചയായും ആ മൃതസംസ്കാര ചടങ്ങുകളിൽ ശാരീരിക സാന്നിധ്യം കൊണ്ട് തന്നെ പങ്കെടുക്കാൻ അവർക്കും കൂടി അവസരം ഒരുക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാകട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടക്കം കഴിഞ്ഞാലും മരിയ മേജർ ബസിലിക്ക പബ്ലിക്കിന് വേണ്ടി തുറന്നിടുന്നതായിരിക്കില്ല. അത് നാളെ മുതലായിരിക്കും, നാളെ ഞായറാഴ്ച രാവിലെ മുതലായിരിക്കും വിശ്വാസികൾക്ക് വേണ്ടി തുറന്നിടുന്നതും എല്ലാവർക്കും പരിശുദ്ധാവിന്റെ ടൂമിൽ വന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതും. ഇതോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കർദിനാൾമാർ എല്ലാവരും മേരി മജോറെ ബസിലിക്കയിലേക്ക് വന്ന് പോർത്ത സാന്ത ഹോളി ഡോറിലൂടെ പ്രവേശിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും അതിനുശേഷം
സാലൂസ് പോപ്പുലി റൊമാനി എന്നറിയപ്പെടുന്ന പൗളിൻ ചാപ്പൽ അവിടെ പ്രവേശിച്ച് സായാഹ്ന പ്രാർത്ഥനകൾ ചൊല്ലി പരിശുദ്ധ പിതാവിന്റെ ആത്മശാന്തിക്ക് വേണ്ടി കൂടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും പരിശുദ്ധാവിന് വളരെ പാപ്പയുടെ ആഗ്രഹം അനുസരിച്ചുള്ള ഒരു സെന്റ് ഓഫ് ആണ്, സ്വർഗീയ യാത്രയ്ക്കുള്ള ഒരു യാത്രവയ്പ് തന്നെയാണ് കൊടുക്കുന്നത്. 130ഓളം പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തന്റെ മിഷണറി ജേർണിക്ക് മുമ്പും അതിനുശേഷവും വന്ന് ഈ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധ പാപ്പയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും സന്തോഷത്തിന്റെ ഒരു സ്വർഗീയ സെന്റ് ഓഫ് തന്നെയാണ് ഈ ബസലിക്കയിൽ നടക്കുന്നതെന്ന് വേണം നമുക്ക് തന്നെ പറയുവാനായിട്ട്.